ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഇട്ടിരുന്ന നമ്മുടെ ശ്രീനിയുടെയൊക്കെ സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ട് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശ്രീനി നേരെ പോയത് രാധികയുടെ വീട്ടിലേക്കാണ്. അമ്മായിയമ്മയെ കണ്ടൊന്ന് സംസാരിക്കണം. രമ്യയുടെ കാര്യമാണ് യാത്രയിലുടനീളം അവൻ ഓർത്തത്. അവൾ വിചാരിച്ച പോലെ പാവമൊന്നുമല്ല, നല്ല തൻ്റെടിയാണ്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അമ്മായിയമ്മ പോര് കാരണമാണ് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നാണ്. ഇന്നല്ലേ സംഗതി മനസ്സിലായത്. അമ്മായിയമ്മയെ വരച്ച വരയിൽ നിർത്താൻ അവൾക്കറിയാം. അവൾ പുതിയ ജനറേഷനിലെ മരുമകളാണ്. അമ്മായിയമ്മയുടെ കുത്തുവാക്ക് കേട്ട് കരയാനൊന്നും അവൾക്ക് മനസ്സില്ല. അവൾ ശക്തമായി തന്നെ പ്രതികരിക്കും. പക്ഷേ അവളെ തളർത്തിയത് ഗോപിയുടെ സ്വഭാവമാണ്. 2 മാസം ആ പച്ചക്കരിമ്പിനെ കയ്യിൽ കിട്ടിയിട്ടും അവളെ വേണ്ട വിധം തൃപ്തിപ്പെടുത്താൻ കഴിവില്ലാത്ത മലരനാണവൻ. അവൻ ഗേ ആണെന്ന് വരെ രമ്യയ്ക്ക് സംശയമുണ്ട്. വല്ലാത്തൊരു മലരൻ തന്നെ. രമ്യയുടെ ശരീരപ്രകൃതി വെച്ച് നോക്കുമ്പോൾ നല്ല കടിയുള്ള കൂട്ടത്തിലാവും. കിട്ടിയത് ഈ പഞ്ചവർണ്ണ മൊണ്ണയ്ക്കും. ഏതൊരു പെണ്ണും അത് സഹിക്കില്ല. കളിബന്ധത്തിൻ്റെ സുഖമറിഞ്ഞ രമ്യയ്ക്ക് തീരെ അത് ഉൾക്കൊള്ളാനാവില്ല. ഏതായാലും ഗോപിയെ കണ്ട് വിശദമായി സംസാരിച്ച് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നന്നായി കളിക്കാൻ അവൻ അറിയാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. അവൻ ഇഷ്ടം ഇതായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതികളല്ലേ. തൻ്റെ കൂടെ ഗൾഫിലുണ്ടായിരുന്ന ഒരുത്തൻ ഇങ്ങനെയായിരുന്നു. അവന് ബാക്കായിരുന്നു പ്രിയം. എന്തായാലും രമ്യയെല്ലാം തുറന്നു പറഞ്ഞത് തന്നെ അവൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ഇനി രാത്രി വിളിച്ച് അവൾക്ക് എന്തോ ഡിമാൻഡ് പറയാനുണ്ട്. അത് താൻ അംഗീകരിച്ചാൽ താൻ പറയുന്നത് അവളും അംഗീകരിക്കാമെന്നാണ് പറഞ്ഞത്. അവളുടെ ഡിമാൻഡ് എന്താണെന്ന് ഏകദേശം അറിയാം. അത് അംഗീകരിക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിനു മുമ്പ് അവളുടെ അമ്മയുടെ ഡിമാൻഡ് അംഗീകരിക്കേണ്ടി വരും. അതിനും സന്തോഷമേ ഉള്ളൂ. അതിനെല്ലാം മുമ്പ് വേറൊരുത്തിയെ തളയ്ക്കാനുണ്ട്. ശ്രീനി ഒരു ചിരിയോടെ ബൈക്ക് ഭാര്യ വീട്ടിലേക്ക് പറപ്പിച്ചു. ഓ, ഇന്നെന്താണാവോ പുതിയ വിശേഷം? എന്നെ ഉപദേശിക്കാൻ തന്നെ ആവും. നിനക്ക് വേറെ പണിയില്ലേ ശ്രീനി? ബെല്ലടി കേട്ട് വാതിൽ തുറന്ന സത്യഭാമ മുന്നിൽ നിൽക്കുന്ന മരുമകനെ കണ്ട് അനിഷ്ടത്തോടെ ചോദിച്ചു. അവനെ കാണുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമല്ല. അമ്മയെ ഉപദേശിക്കാൻ മാത്രമേ ഞാനിവിടെ വരൂ? എനിക്കെൻ്റെ അമ്മായിയമ്മയെ കാണാൻ വന്നൂടെ? ശ്രീനി ചിരിയോടെ ചോദിച്ചു. എന്തിന്? എൻ്റെ മകളെ എൻ്റെ സമ്മതം ഇല്ലാതെ കെട്ടിയ നീ എന്തിനാ എന്നെ കാണാൻ വരുന്നത്? അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മേ? അമ്മയുടെ മോളിപ്പോൾ സന്തോഷവതിയാ. ഒരു സന്തോഷം? നിന്നെ പോറ്റാനായി അവളവിടെ പണിയെടുക്കുമല്ലേ. അവൾ അയച്ചു തരുന്നത് ദൂർത്തടിച്ച് നടക്കലല്ലേ നിൻ്റെ പണി? സത്യഭാമ ചീറി. അത് പോട്ടെ. ഞാനും എൻ്റെ ഭാര്യയും നല്ല സ്നേഹത്തിലും സന്തോഷത്തിലുമാണ് ജീവിക്കുന്നത്. ഞാനിപ്പോൾ വന്നത് ഗോപിയുടെയും രമ്യയുടെയും കാര്യം സംസാരിക്കാനാ. അത് കേട്ടതോടെ സത്യഭാമയ്ക്ക് കലി ഇളകി. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. സത്യഭാമ വാതിൽക്കൽ നിന്ന് കലി തുള്ളി. ശ്രീനി അത് ശ്രദ്ധിക്കാതെ ആ വാതിലിലൂടെ തന്നെ അകത്തേക്ക് കയറി. അമ്മ വാ, നമുക്കിരുന്ന് സംസാരിക്കാം. സോഫയിലേക്കിരുന്ന് ശ്രീനി പറഞ്ഞു. എന്ത് സംസാരിക്കാൻ? എനിക്കൊന്നും കേൾക്കണ്ട. സത്യഭാമ വാതിലിനടുത്ത് തന്നെ നിന്നു. ശ്രീനി എഴുന്നേറ്റ് വന്ന് സത്യഭാമയുടെ കയ്യിൽ പിടിച്ചു. പിന്നെ അല്പം നീക്കി നിർത്തി അവൻ മുൻവാതിലടച്ച് കുറ്റിയിട്ട് അവളെ പിടിച്ച് വലിച്ച് സെറ്റിയിലേക്കിരുത്തി. തൻ്റെ ദേഹത്ത് തൊട്ടതൊന്നും സത്യഭാമയ്ക്ക് തീരെ ഇഷ്ടമായില്ല. അമ്മയോട് ഇരിക്ക്, ഞാൻ പറയട്ടെ. അടുത്തിരുന്ന് ശ്രീനി പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, നീ നിൻ്റെ പണി നോക്ക്. എഴുന്നേൽക്കാൻ ഒരുങ്ങിയ സത്യഭാമയെ അവൻ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി. കേൾക്കണം, എനിക്ക് പറയാനുള്ളത് അമ്മയുടെ മോൻ്റെ കാര്യമാണ്. അവൻ്റെ കാര്യം ഇനി എന്ത് പറയാൻ? നോക്ക് ശ്രീനി, നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല. മനുഷ്യനെ പറഞ്ഞ് പറ്റിച്ചിട്ട്. എൻ്റെ അമ്മേ, നമുക്കാണ് ഇങ്ങനൊരവസ്ഥ വന്നിരുന്നെങ്കിലോ? ഇതൊക്കെ ആർക്കും വരാവുന്നതാ. ഇല്ല, എനിക്ക് വരില്ല. ഞാൻ നല്ല സമ്പത്തുള്ള തറവാട്ടിൽ പിറന്നതാ, അഹങ്കാരത്തോടെ സത്യഭാമ പറഞ്ഞു. രമ്യയും നല്ല തറവാട്ടിൽ പിറന്നതാ. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവളുടെ അച്ഛൻ്റെ ബിസിനസ് ഒന്ന് ഡള്ളായി. എന്നാലും അദ്ദേഹം ഇപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരും അമ്മേ. നീ എന്തിനാ ശ്രീനി അവർക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നത്?
ഞാൻ വക്കാലത്ത് പറഞ്ഞതല്ലമ്മേ, ഒരു തെറ്റും ചെയ്യാതെയാ രമ്യ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത്. തെറ്റ് ചെയ്യാത്തവള്, അവളും അവളുടെ വീട്ടുകാരും ചേർന്ന് നുണ പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേ? അതൊക്കെ ക്ഷമിക്കമ്മേ. അമ്മ മുൻകൈ എടുത്ത് രമ്യയെ വിളിച്ചുകൊണ്ട് വരണം. സത്യഭാമ ക്രൂതയായി ശ്രീനിയെ നോക്കി. നിനക്ക് വേറൊന്നും പറയാനില്ലല്ലോ? നീ ചെല്ല്. എന്നെ ധിക്കരിച്ചിറങ്ങിപ്പോയവളെ ഞാൻ വിളിച്ചു കൊണ്ടുവരണം പോലും. നടന്നത് തന്നെ. അമ്മേ, രമ്യയെ ഗോപി ഉപേക്ഷിച്ച അവന് വേറെ പെണ്ണ് കിട്ടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? കിട്ടും. 1 അല്ല 10 എണ്ണം കിട്ടും എൻ്റെ മോന്. ഈ ബന്ധമൊന്ന് വേർപിരിഞ്ഞിട്ട് വേണം നല്ല അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ മോനെ കെട്ടിക്കും. അഹന്തയോടെ സത്യഭാമ പറഞ്ഞു. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംയമനത്തോടെ ശ്രീനി പറഞ്ഞു. എന്താ നടക്കാത്തെ? എൻ്റെ മോൻ നല്ല തറവാട്ടിൽ പിറന്നവനല്ലേ? അവൻ കാണാൻ കൊള്ളില്ലേ? അവന് നല്ലൊരു ജോലിയില്ലേ? എന്തിൻ്റെ കുറവാണ് അവനുള്ളത്? മകൻ്റെ ഗുണഗണങ്ങൾ സത്യഭാമ എണ്ണി പറയുന്നത് കേട്ട് ശ്രീനി ഒന്ന് ചിരിച്ചു. അതിലൊരു പുച്ഛമില്ലേന്ന് തോന്നിയ സത്യഭാമയ്ക്ക് കലിയേറി. എന്തായാലും നിന്നെപ്പോലെ ഭാര്യയെ പണിക്ക് വിട്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും എൻ്റെ മോനില്ല. അവന് നല്ല ഒന്നാന്തര സർക്കാർ ജോലിയുണ്ട്. ശ്രീനി വീണ്ടും ചിരിച്ചു. അമ്മയുടെ മോൻ എല്ലാം കൊണ്ടും യോഗ്യനാ. നല്ല തറവാട്ടിൽ പിറന്നവനാ, നല്ല സുന്ദരനാ, നല്ല ജോലിയും ഉണ്ട്. പക്ഷെ ഒന്നില്ല, ഒരു ഭാര്യയ്ക്ക് അത്യാവശ്യം വേണ്ടത് അവനില്ല. ഒന്നും തുറന്നു പറയാൻ കരുതിയില്ലെങ്കിലും സത്യഭാമയുടെ ധാർഷ്ട്യം കണ്ട് ഒരു സൂചനയെങ്കിലും കൊടുക്കാതിരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നി. ദേ, നീ എൻ്റെ മോനെപ്പറ്റി വെറുതെ അനാവശ്യം പറയരുത്. ദേഷ്യം കൊണ്ട് സത്യഭാമയുടെ മുഖം ചുവന്നു. അമ്മ എന്തറിഞ്ഞിട്ടാ? അമ്മയ്ക്ക് അമ്മയുടെ മോനെക്കുറിച്ചേ അറിയൂ. പക്ഷേ ഒരു ഭർത്താവിനെ അറിയുന്നത് അവൻ്റെ ഭാര്യയ്ക്കാണ്. എന്തറിയാൻ? പോരുകോഴിയെ പോലെ സത്യഭാമ തലയൊന്ന് കുടഞ്ഞു. അമ്മ വിചാരിച്ചത് അവളെയും കുടുംബത്തെയും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടാണ് രമ്യ ഇവിടുന്ന് പോയതെന്നാണോ? എന്നാലല്ല. അമ്മ പറഞ്ഞതിനൊക്കെ അവൾ പുല്ല് വിലയെ കൽപ്പിച്ചിട്ടുള്ളൂ. അമ്മ ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയുന്നവളാണ് രമ്യ. അതിനുള്ള തൻ്റെ ഇടമൊക്കെ അവൾക്കുണ്ട്. രമ്യയെ ശ്രീനി പൊക്കി പറഞ്ഞത് സത്യഭാമയ്ക്ക് തീരെ പിടിച്ചില്ല. അവൾ ശ്രീനിയെ പകയോടെ നോക്കി. അവൾ പറയുന്നതും കേട്ട് എൻ്റെ നേരെ കുരയ്ക്കില്ലേ ശ്രീനി? എന്നോട് 10 പറയാൻ അവൾ ഇനിയും ചത്ത് ജനിക്കണം. എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്നോട് 10 പറയാൻ നടക്കുന്നു മൂദേവി. അവളല്ല, അവളുടെ ജീവിതം അമ്മയുടെ മകനാണ് നശിപ്പിച്ചത്. അതോടെ സത്യഭാമ ചാടി എണീറ്റു. നീ കുറേ നേരമായല്ലോ പറയുന്നു. അവൾ ചാടിത്തുള്ളി പോയതിന് എൻ്റെ മോൻ എന്ത് പിഴച്ചു? നിങ്ങളുടെ മോനാകാം അവൾ പോകാൻ കാരണം. അതെന്താന്ന് നിങ്ങൾക്കറിയോ? അവന് പെണ്ണിനെ വേണ്ട, അവന് വേണ്ടത് വേറെ ചിലതാ. ശ്രീനിയെ ഉച്ച ഉയർത്തി. സത്യഭാമ അവനെ തുറിച്ചു നോക്കി. എൻ്റെ മോനെപ്പറ്റി ഇല്ലാത്ത പറയരുത്. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. നിങ്ങളുടെ മോൻ്റെ കോണം എന്നോടധികം പറയിക്കരുത്. തുടകൾ കൂട്ടിവെച്ച് മാത്രമാണേൽ പെണ്ണ് ചിലപ്പോൾ ഇറങ്ങിപ്പോകും. ശ്രീനിയും ഒച്ച ഉയർത്തി. സത്യഭാമ അവൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവാതെ അവനെ തുറിച്ചു നോക്കി. 2 മാസം കൂടെ കിടന്നിട്ടും നിങ്ങളുടെ മോൻ അവളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയിട്ടില്ലെന്ന്. അവന് വേറെയൊക്കെയാ താല്പര്യമെന്ന്. കേട്ടല്ലോ മോൻ്റെ കോണം. അവൻ്റെ ഭാര്യ ഇത് പറഞ്ഞത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവൾ പോയത്. അല്ലാതെ നിങ്ങളെ പേടിച്ചില്ല. ശ്രീനി അവസാനം താണി അടിച്ച് താഴ്ത്തി. സത്യഭാമയ്ക്ക് അനങ്ങാനായില്ല, മിണ്ടാനായില്ല. അവൻ പറഞ്ഞത് അവൾക്ക് വിശ്വസിക്കാനായില്ല. എല്ലാം കൊണ്ടും യോഗ്യനായ തൻ്റെ മകനെ പറ്റിയാണ് ആ നശിച്ചവൾ ഇല്ലാവചനം പറഞ്ഞ് പരത്തിയത്. അവൾക്ക് എന്തേലും കുഴപ്പം കാണും, അല്ലാതെ തൻ്റെ മകൻ അത്തരക്കാരനല്ല. നീ അവൾ പറഞ്ഞത് കേട്ട് എന്തേലും പറഞ്ഞ് പരത്തരുത്. ഈ ബന്ധം പിരിഞ്ഞാലും അവന് വേറെ പെണ്ണ് കെട്ടേണ്ടതാ. സത്യഭാമയുടെ ശബ്ദം അല്പം താഴ്ന്നിരുന്നു. ഇതൊക്കെ ഏതേലും പെണ്ണ് വെറുതെ പറയൂ അമ്മേ? ഈ ഒരൊറ്റ കാരണത്താലാ അവൾ വരാത്തത്. അവൾക്ക് കഴപ്പാണെങ്കിൽ വല്ല മുരിക്കിലും ചെന്ന് കയറാൻ പറ. അല്ലാതെ എൻ്റെ മോനെ കുറ്റം പറഞ്ഞാൽ വെച്ചേക്കില്ല ഞാൻ ആ വേശ്യയെ. സത്യഭാമ കലി കയറി പരിധി വിടാൻ തുടങ്ങി. അവളുടെ സ്ഥാനത്ത് അമ്മയായിരുന്നേലും ഇങ്ങനെയൊക്കെ തന്നെയാ ചെയ്യുക. ഞാനേ അവളെപ്പോലെ കഴപ്പും കൊണ്ട് നടക്കുവല്ല. ഞാൻ അന്തസ്സുള്ളവളാ. 10 വർഷമായി അച്ഛൻ മരിച്ചിട്ട് ഞാൻ അന്തസ്സോടെ തന്നെയാണ് ജീവിക്കുന്നത്. അതിൻ്റെ കേട് അമ്മയ്ക്കുണ്ട്. മകളും മരുമോനും ഒരുമിച്ചിരിക്കുന്നത് അമ്മയ്ക്ക് പിടിക്കില്ല. മകനും മരുമോളും
ഒന്നിച്ചിരിക്കുന്നതും പിടിക്കില്ല. ഇതിന് ഞങ്ങളുടെ നാട്ടിലൊക്കെ മുതുകഴപ്പെന്ന് പറയും. സത്യഭാമയ്ക്കത് സഹിക്കാനായില്ല. വീട്ടിൽ കയറി വന്ന് തോന്നിയാസം പറയുന്നോടാ പട്ടി. അവൾ അവൻ്റെ മുഖത്തിന് നേരെ കൈ വീശി ആഞ്ഞടിച്ചു. ശ്രീനി ആ കയ്യിൽ പിടിച്ചു. പിന്നെ പിന്നിലേക്ക് തിരിച്ചു. വിടടാ പട്ടി, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. സത്യഭാമ കുതറിക്കൊണ്ടലറി. ശ്രീനി ബലമായി അവളെ ദേഹത്തമർത്തി പിടിച്ചു. ഇങ്ങനെയുള്ള മുതുകഴപ്പികളെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്നൊരു പണിയുണ്ട്, അതറിയോ അമ്മയ്ക്ക്? സത്യഭാമ ചീറിക്കൊണ്ട് ശക്തിയായി കുതറിയപ്പോൾ ശ്രീനി അവളുടെ വയറിലൂടെ കൈ ചുറ്റിപ്പിടിച്ചു. അമ്മയുടെ മോൾക്കും ഇതേ അസുഖമായിരുന്നു, കഴപ്പ്. അത് മാറ്റിക്കൊടുത്ത ഞാനാ. എങ്ങനെയാണെന്നറിയോ? ദാ ഇങ്ങനെ. ശ്രീനി വലത് കൈ താഴേക്ക് നീക്കി ഒറ്റപ്പിടുത്തം. വിശ്വസിക്കാനായില്ല സത്യഭാമയ്ക്ക്. അവൾ വിറച്ചുപോയി. എന്താണ് അവൻ ചെയ്തത്? എവിടെയാണ് അവൻ പിടിച്ചത്? വിടടാ നായേ. അവൻ്റെ കയ്യിൽ പിടിച്ച് അവൾ മാറ്റാൻ നോക്കി. മോളെ പോലെ തന്നെ അമ്മയും. ശ്രീനി കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ കൂടെ പറഞ്ഞു. കൈകൊണ്ട് ചെവി പൊത്തണോ അവനെ തള്ളി മാറ്റണോ എന്നറിയാതെ സത്യഭാമ കുഴങ്ങി. അവൻ്റെ വാക്കും പ്രവൃത്തിയും അവളെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അതുകൊണ്ട് എങ്ങനെ നേരിടണമെന്നറിയാതെ സത്യഭാമ തരിച്ചുപോയി. പക്ഷെ ശ്രീനി വളരെ കൂളായിരുന്നു. അവൾ കുതിർന്നുമുണ്ട്, അവൻ അമർത്തി പിടിക്കുന്നുമുണ്ട്. എങ്കിലും അവൻ ഇതൊരു രസമായാണ് തോന്നിയത്. പറയമ്മേ, അമ്മയുടെ പ്രശ്നം കഴപ്പല്ലേ? അമ്മയ്ക്ക് സമ്മതമാണേ ആ കഴപ്പ് ഞാനങ്ങ് മാറ്റിത്തരാം. സത്യഭാമയ്ക്ക് ഇനി ക്ഷമിക്കാനായില്ല. അവൾ ശക്തിയായി അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിച്ചു. ആ അടി ശ്രീനിക്ക് ശരിക്കു കൊണ്ടു. അവൻ വീണ്ടും സത്യഭാമയെ പിടിക്കാനാഞ്ഞതും അവൾ ഓടി മുൻവശത്തെ വാതിൽ തുറന്നു. ഇറങ്ങടാ പട്ടി വെളിയിൽ. മേലാൽ ഈ മുറ്റത്ത് നീ കാല് കുത്തിപ്പോകരുത്. പുറത്തേക്ക് വിരൽ ചൂണ്ടി സത്യഭാമ അലറി. ശ്രീനി ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ നേരിയൊരു ചിരിയോടെ പുറത്തിറങ്ങി. സിറ്റൗട്ടിൽ നിന്ന് അവൻ സത്യഭാമയെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. പോട്ടെ അമ്മേ, അമ്മയ്ക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതൽ അറിയണേൽ മോള് വിളിക്കുമ്പോൾ ചോദിച്ചാൽ മതി. അതിന് മറുപടി പറയാതെ സത്യഭാമ വലിയ ശബ്ദത്തോടെ വാതിൽ വലിച്ചടച്ചു. ശ്രീനി ഒരു ചിരിയോടെ ബൈക്കിൽ കയറി ഓടിച്ചു പോയി. അടഞ്ഞ വാതിലിൽ ചാരി നിന്ന് സത്യഭാമ ശക്തിയായി കിതച്ചു. നടന്നതൊന്നും അവൾക്ക് വിശ്വസിക്കാനായില്ല. പലവട്ടം ശ്രീനി ഇവിടെ വന്നതാണ്. വേണ്ടാത്തൊരു നോട്ടോ ഒരു വർത്താനോ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്നാലും തനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. തൻ്റെ പൊന്നുമോലെ വളർത്തി വലുതാക്കിയ മോളെ അടിച്ചുകൊണ്ട് പോയ ദുഷ്ടനാണവൻ. ആ ഒരു കണ്ണുകൊണ്ടേ അവനെ കാണാനാവൂ. അവനിവിടെ വന്നത് മുഴുവൻ ഗോപിയുടെ കാര്യം സംസാരിക്കാനാണ്. അവരെ ഒരുമിപ്പിക്കാനായി അവൻ തന്നോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അവൻ ആ വിഷയത്തിൽ ഇടപെട്ടത് രാധികയുടെ നിർബന്ധം കൊണ്ടാണെന്നും അറിയാം. ഗോപിയെയും രമ്യയും ഒരുമിപ്പിക്കാൻ രാധികയ്ക്കാണ് കൂടുതൽ നിർബന്ധം. അവൻ പറഞ്ഞതൊന്നും കേൾക്കാൻ താൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്ന് എന്തൊക്കെയാണ് അവൻ പറഞ്ഞത്? എന്താണ് ചെയ്തത്? ഇത്ര വൃത്തികെട്ടവനായിരുന്നു അവൻ. എന്തൊരു പിടിയാവൻ പിടിച്ചത്. ഇപ്പോഴും അവൻ്റെ കൈ അവിടെ ഉള്ളതുപോലെ. ഏറ്റവും വൃത്തികെട്ട വാക്കുകളൊക്കെയാണ് അവൻ പറഞ്ഞത്. പച്ചയ്ക്ക് അതിൻ്റെ പേരും അവൻ പറഞ്ഞു. പോകുമ്പോൾ ഒരു വൃത്തികെട്ട ചിരിയും ഒരു പറച്ചിലും. അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ അവനെ വിളിക്കാൻ, അവൻ്റെ പെർഫോമൻസ് അറിയണേൽ മോളോട് ചോദിക്കാൻ. സത്യഭാമ കിതപ്പോടെ സെറ്റിയിൽ വന്നിരുന്നു. അവൻ പറഞ്ഞ വേറൊരു കാര്യമോർത്ത് അവൾക്ക് പേടി തോന്നി. തൻ്റെ മോനൊരു കഴിവുകെട്ടവനാണെന്ന് രമ്യ പറഞ്ഞത്രേ. 2 മാസം കൂടെ കിടന്നിട്ടും അവളുടെ അത്തരക്കാരനാണോ തൻ്റെ മോൻ? ആ ഒരൊറ്റ കാരണം കൊണ്ടാത്രേ അവൾ പോയത്. അങ്ങനെ ആയാൽ എങ്ങനെ അവനെ കൊണ്ട് വേറൊരു പെണ്ണിനെ കെട്ടിക്കും? അവളും പിണങ്ങിപ്പോവില്ലേ? ഒരെത്തും പിടിയും കിട്ടാതെ സത്യഭാമ കണ്ണടച്ച് സെറ്റിയിലേക്ക് ചാരി. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മേനിയിൽ ഒരു പുരുഷ സ്പർശം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. രാത്രി കിടക്കുമ്പോൾ രമ്യയുടെ കോളാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ആദ്യം വിളിച്ചത് ചിത്രയാണ്. നീ രമ്യയോട് സംസാരിച്ചോ ശ്രീനി? സംസാരിച്ചു. അവളുടെ പ്രശ്നങ്ങളൊക്കെ അവൾ പറയുകയും ചെയ്തു. അങ്ങോട്ട് തിരിച്ചു പോകാൻ എന്നവൾ സമ്മതിച്ചോ?
പൂർണ്ണമായി സമ്മതിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഒന്നുകൂടെ സംസാരിച്ചാൽ ശരിയാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പെണ്ണെങ്ങനെയും ഒന്ന് പോയി കിട്ടിയാൽ മതി. നാട്ടുകാരോടും ബന്ധുക്കളോടും സമാധാനം പറഞ്ഞ് മടുത്തു ശ്രീനി. സാരമില്ലമ്മേ, എല്ലാം ശരിയാകും. ശ്രീനി ഉള്ളതാ എനിക്കൊരു സമാധാനം. ഞാൻ എല്ലാറ്റിനും കൂടെ ഉണ്ടാവും അമ്മേ. എല്ലാറ്റിനും എല്ലാറ്റിനും ഞാനുണ്ടാവും. അമ്മയ്ക്ക് എന്ത് സഹായം വേണേലും എന്നോട് പറയാം. ചിത്ര എന്ന കടിമൂത്ത ജേഴ്സി പശുവിന് എന്താണ് വേണ്ടതെന്ന് ശ്രീനിക്ക് നേരത്തെ മനസ്സിലായതാണ്. എന്നാ എനിക്കൊരു സഹായം വേണം. രമ്യയുടെ അച്ഛന് എപ്പോഴും തിരക്കല്ലേ അമ്മേ? ഇനി ഇത് നീട്ടിക്കൊണ്ട് പോവേണ്ടെന്നോർത്ത് ശ്രീനി ചോദിച്ചു. കാര്യങ്ങൾ താൻ അങ്ങോട്ട് പറയാതെ ശ്രീനി മനസ്സിലാക്കിയ സന്തോഷത്തിൽ ചിത്ര, അപ്പോൾ എനിക്ക് എന്ത് സഹായമാണ് വേണ്ടതെന്ന് നിനക്കറിയാം. അതമ്മയെ കണ്ടറിഞ്ഞൂടെ? അതെങ്ങനെയാ ശ്രീനി? അച്ഛന് അമ്മയെ ശ്രദ്ധിക്കാൻ നേരമില്ലെന്ന് എനിക്ക് എന്നേ മനസ്സിലായതാ. ശരിക്കും പറഞ്ഞാൽ അമ്മയെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാ. എന്നാൽ പിന്നെ അറിഞ്ഞങ്ങ് സഹായിച്ചുകൂടായിരുന്നോ ശ്രീനി? ഞാനാണെങ്കിൽ സഹായത്തിനൊരാളില്ലാതെ ഭ്രാന്തെടുത്ത് നടക്കുക. കടി സഹിക്കാനാവാതെ ചിത്ര ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ഇനി അമ്മ എപ്പോൾ വിളിച്ചാലും സഹായത്തിനായി ഞാൻ ഓടിയെത്തും. വിളിക്കും, സാഹചര്യം ശരിയായ ഉറപ്പായിട്ടും വിളിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് സഹായിച്ചാൽ മതി. ശ്രീനി തന്നെ ചെയ്യാൻ തയ്യാറാണെന്ന് മനസ്സിലാക്കിയ ചിത്രയ്ക്ക് സഹിക്കാനാവാത്ത കഴപ്പുണ്ടായി. എങ്ങനെയൊക്കെ സഹായിക്കണമെന്ന് അമ്മ പറഞ്ഞാൽ മതി. എല്ലാ നിലയ്ക്കും നീ എന്നെ സഹായിക്കണം, എല്ലാ കോലത്തിലും. ഏത് കോലത്തിലാണ് അമ്മയ്ക്കിഷ്ടം? ചിത്രയ്ക്ക് എന്ത് പറഞ്ഞാലും പ്രശ്നമില്ലെന്നറിഞ്ഞ ശ്രീനി തുറന്നു തന്നെ ചോദിച്ചു. ആ ചോദ്യം ചിത്രയ്ക്ക് സഹിക്കാനായില്ല. അപ്പം നമ്മുടെ യൂട്യൂബിലെ പോർഷൻ ഇത്രയുള്ളേ. ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പം ഞാൻ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അവിടെ കയറി എല്ലാവരും ബാക്കി കേട്ടിട്ട് സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻസിൽ വന്ന് പറയണം കേട്ടോ. അപ്പം നമുക്ക് വൈകാതെ ഉടനെ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.